കേസിന്റെ നാൾ വഴിയിലേക്കാണ്. എന്തൊക്കെയാണ് ഈ കേസിൽ സംഭവിച്ചത് കാണാം. ജ്യൂസ് ചലഞ്ച്, പിന്നീട് കഷായം കുടിപ്പിക്കൽ, പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിച്ച് ഇല്ലാതാക്കാനുള്ള ശ്രമം. മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാൻ ആസൂത്രണം ചെയ്ത ഗൂഢാലോചനയായിരുന്നു കൊലപാതകം. ഇങ്ങനെ ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ വിചാരണാ ഘട്ടത്തിൽ ഉന്നയിച്ചത്. കേസിന്റെ നാൾ വഴികൾ ഇങ്ങനെ: 2022 ഒക്ടോബർ 25 മുരിയങ്കര JP ഹൌസിൽ ജയരാജിന്റെ മകൻ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലെ അവസാന വർഷ BSc റേഡിയോളജി വിദ്യാർത്ഥി 23-കാരനായ JP ഷാരോൺ രാജ് ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു. സുഹൃത്തായ ഗ്രീഷ്മ എന്ന പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് നൽകിയ കഷായം, ജ്യൂസ് എന്നിവയാണ് മരണകാരണമെന്ന് ആരോപണം. 14-ാം തീയതി പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ച് നൽകിയ പാനീയം കഴിച്ചയുടൻ ഛർദിൽ അനുഭവപ്പെട്ടതായും തുടർന്ന് വൃക്കകളുടെയും മറ്റ് ആന്തരികാവയവങ്ങളുടെയും പ്രവർത്തനം മോശമാകുകയും ചെയ്തു. പല ആശുപത്രികളിലും ചികിത്സ തേടിയ ശേഷം 19-ാം തീയതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിയെങ്കിലും ഷാരോൺ മരിച്ചു. അസ്വാഭാവിക മരണത്തിന് പാറശാല പോലീസ് കേസെടുത്തു. 2022 ഒക്ടോബർ 29 ഷാരോൺ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറി. 2022 ഒക്ടോബർ 30 സംഭവം കൊലപാതകമാണെന്ന് പോലീസ്. കഷായത്തിൽ കീടനാശിനി ചേർത്ത് നൽകിയെന്ന് യുവതി കുറ്റസമ്മതം നടത്തി. 2022 ഒക്ടോബർ 31 ഷാരോണിനെ കളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ കേരള അതിർത്തിയിൽ കാരക്കോണത്തിന് സമീപം രാമവർമ്മൻചിറ സ്വദേശിനി ഗ്രീഷ്മയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കസ്റ്റഡിയിലിരിക്കെ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ നിന്ന് അണുനാശിനി കുടിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗ്രീഷ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പലതവണ അഭ്യർത്ഥിച്ചിട്ടും തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ തിരികെ നൽകാത്തതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രതി ഗ്രീഷ്മയുടെ മൊഴി. ഗ്രീഷ്മ 1-ാം പ്രതിയും അമ്മ സിന്ധു 2-ാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായർ 3-ാം പ്രതിയും. 2023 മാർച്ച് 6 കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്ത്. കഷായത്തിൽ കളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചെന്നും താൻ മരിച്ചു പോകുമെന്നും ഷാരോൺ ആശുപത്രിയിൽ തീവ്ര പരിചരണത്തിലായിരുന്നപ്പോൾ കരഞ്ഞു പറഞ്ഞുവെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം. ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായുള്ള വിവാഹം അടുത്തുവരുന്നതിനിടെയാണ് ഷാരോണിനെ ഒഴിവാക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. 2023 ജൂൺ 2 1-ാം പ്രതി ഗ്രീഷ്മയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. 2024 ഫെബ്രുവരി 22 കേസിൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ നിയമപരമായ അധികാരമില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രീഷ്മ ഉൾപ്പെടെയുള്ള പ്രതികൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി AM ബഷീറിന് മുന്നിലാണ് തെളിവ് വിചാരണ നടന്നത്. 131 സാക്ഷികൾ വിചാരണാഘട്ടത്തിൽ കോടതി മുൻപാകെ എത്തി. 2025 ജനുവരി 17 6 മാസത്തെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഗ്രീഷ്മ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. ഗ്രീഷ്മയ്ക്കെതിരായ എല്ലാ കുറ്റങ്ങളും പ്രോസിക്യൂഷന് തെളിയിക്കാൻ കഴിഞ്ഞു. 2-ാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടു. 3-ാം പ്രതി ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. 2025 ജനുവരി 18 ശിക്ഷാവിധിക്ക് പകരം കോടതി അന്തിമവാദം കേട്ടു. ഷാരോൺ രാജ് വധക്കേസിൽ കൊല ചെയ്യപ്പെട്ടത് സ്നേഹമാണെന്നും നിഷ്കളങ്കനായ യുവാവിനെ സ്നേഹം നടിച്ച് പ്രലോഭിപ്പിച്ച് വീട്ടിൽ വിളിച്ചുവരുത്തി കാപ്പിക്ക് എന്ന കള്ളനാശിനി കലർന്ന കഷായം അമിത അളവിൽ നൽകി. മരണം ഉറപ്പുവരുത്താനുള്ള ആസൂത്രിതമായ നീക്കമാണ് നടന്നതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. ചെകുത്താന്റെ മനസ്സുള്ള ഒരാൾക്ക് ഇങ്ങനെയൊരു കൊലപാതകം ആസൂത്രണം ചെയ്യാനാകൂ. 2022 ഒക്ടോബർ 14 വിഷം കലർത്തിയ കഷായം കുടിച്ചതിന് പിന്നാലെ 11 ദിവസം ഷാരോൺ അനുഭവിച്ച മരണവേദന സമാനതകളില്ലാത്തതാണ്. ചുണ്ടുമുതൽ അടിവയർ വരെ ആന്തരികാവയവങ്ങൾക്ക് പൊള്ളലേറ്റ് രക്തസ്രാവത്തെ തുടർന്നാണ് യുവാവിന് ജീവൻ നഷ്ടപ്പെട്ടത്. ഈ കൊടും ക്രൂരകൃത്യത്തിന് വധശിക്ഷ നൽകാൻ കോടതി തയ്യാറാകണമെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അതേസമയം പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്ന് ഷാരോൺ രാജു ഒരിക്കലും ഒഴിഞ്ഞുപോകില്ലെന്ന സ്ഥിതി വന്നതോടെയാണ് മറ്റ് ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഒന്നുമില്ലാത്ത ഗ്രീഷ്മ
ഇത്തരമൊരു കുറ്റകൃത്യത്തിന് മുതിർന്നതെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. ഒരു വർഷം നീണ്ട ഗാഢമായ പ്രണയം. ഗ്രീഷ്മയ്ക്ക് മറ്റൊരു വിവാഹാലോചന വന്നതോടെ ഷാരോൺ ഒഴിഞ്ഞുപോകില്ലെന്ന് കണ്ടതോടെ എന്നേക്കുമായി അവസാനിപ്പിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. മലയാളികൾ ഏറെ ചർച്ച ചെയ്ത അരും കൊലയിൽ എന്ത് ശിക്ഷയാകും പ്രതി ഗ്രീഷ്മയ്ക്ക് ലഭിക്കുക? കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.